അടിപൊളിയാണ്. അടിപൊളി. ഹലോ, വെൽക്കം ബാക്ക് ടു അബൂസ് ഗ്യാലറി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഫുഡ് രണ്ട് കാളാഞ്ചി ഇലയിൽ പൊള്ളിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് ആദ്യം ഞാൻ രണ്ട് കാളാഞ്ചി എടുത്ത് നന്നായിട്ട് വെട്ടി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തെ കുടലും കാര്യങ്ങളും എല്ലാം കളഞ്ഞ്. അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെക്കാം. അതിനുശേഷം അതിന് വേണ്ടുന്ന ഫില്ലിംഗ് എന്തൊക്കെയാണ് ഈ ഇലയിൽ പൊതിയാനായിട്ടുള്ള സാധനങ്ങൾ വേണ്ടിയെന്ന് ഞാൻ പറയാം. അപ്പൊ ആദ്യം നമുക്ക് ഈ മീൻ എടുത്തൊന്ന് വരഞ്ഞൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇനി നമുക്കിതിന് വേണ്ടുന്ന മസാലകൾ ഒന്ന് പരത്തി കൊടുക്കാനായിട്ടുള്ള മസാലയൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അതിന് ആദ്യം ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് എരിവുള്ള ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ കാശ്മീരി ഒരു 1/2 ടേബിൾ സ്പൂൺ, കുറച്ച് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച്. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും, ഒരു 1 ടേബിൾ സ്പൂൺ. നല്ലതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. മീൻ ഞാൻ കാളാഞ്ചിയാണ് മേടിച്ചിരിക്കുന്നത്. ഇത് വിളമീനോ ഏത് മീനാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും സാധാരണ പൊള്ളിച്ചെടുക്കുന്നത് കരിമീനാണ്. അതിന് വേറൊരു ടേസ്റ്റ്, ഇതിന് വേറൊരു ടേസ്റ്റ്. ഇത് കടൽ മീൻ, അത് കായൽ മീൻ, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പം നമ്മുടെ മീൻ നല്ലതായിട്ട് ഞാൻ മസാല പുരട്ടി ഓക്കെ, മുഖത്തൂടൊക്കെ ഇച്ചിരി ക്രീം ഇട്ട് കൊടുക്കുന്ന പോലെ ഒന്ന് കൊടുത്തേക്കാം. ഇലയിൽ കിടന്ന് കൊള്ളാൻ പോകില്ലേ, അന്നേരം നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, ഉള്ളി നമുക്കൊന്ന് റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുക.
പച്ചമുളക്, ഒരു 12 പച്ചമുളക് ജസ്റ്റ് ഒന്ന് 3ആയിട്ട് സ്ലിറ്റ് ചെയ്ത് മാറ്റും. അതുപോലെ തന്നെ തക്കാളിക്ക സാധാരണ ചുമ്മാ സ്ലൈസ് ചെയ്തു ചോപ്പ് ചെയ്യുന്നു. കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ടങ്ങ് ബ്ലാൻഡ് ആയിട്ട്. അപ്പോൾ അവിടെ പാൻ വെച്ചു, ഏകദേശം നന്നായിട്ട് ചൂടായി. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മീൻ പൊള്ളിക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കാനായിട്ടാണ്. എണ്ണ ഏകദേശം ചൂടായി. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പീസ് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി 1 ഫ്ലേക്ക്, ഒരു വലിയ കുടം. പിന്നെ സ്ലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 12 പച്ചമുളക്. നന്നായിട്ടൊന്ന് ഇളക്കുക. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒരു 250 ഗ്രാം. മീനിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ ഉള്ളി ചേർക്കാൻ. ഇപ്പൊ ഇത്രയും 2 വലിയ മീൻ ആയതുകൊണ്ട് 200-250 ഗ്രാം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു. സ്വല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക്, ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ. എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് കരിയാപ്പില, അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 5 തക്കാളിക്ക, അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കയും കൂടെ അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇലയിൽ പൊള്ളിക്കുന്ന മീനിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാണ് അതിനകത്ത് ആ ശരിക്കുള്ള സ്വാദ് നമുക്ക് തരുന്നത്. ഈ ചെറിയ ഉള്ളി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അതിനകത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന പുളി, വാളംപുളി അതും കൂടെ ആഡ് ചെയ്ത് നല്ല തിക്കായിട്ടൊരു ഗ്രേവി ആക്കി എടുക്കും. ശരിക്കും വേറെ നമ്മൾ ഷാപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ് സാധാരണ ഇലയിൽ മീൻ പൊള്ളിക്കാൻ. ഞാനിന്നുണ്ടാക്കുന്നത് തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ല, അല്ലാതെ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു ഫിഷ് ഇലയിൽ പൊള്ളിച്ചതാണ്. ഏകദേശം ഇതൊന്ന് വഴന്നു. ഇനി നമുക്ക് ഇതിനകത്ത് മസാലകളെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന് ഞാനൊരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. കാശ്മീരി ചില്ലി ഒരു 1/2 ടേബിൾ സ്പൂൺ, ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 1/2 സ്പൂൺ മുളക്. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം നമുക്ക് ഒരുപാട് എരിവിന്റെ ആവശ്യമില്ല, എന്നാൽ എരിവ് നല്ല സാമാന്യം നല്ല എരിവ് കാണുകയും ചെയ്യും.
നല്ല എരിവും പുളിയും എല്ലാം കൂടെ മിക്സായിട്ടുള്ള ഒരു മീൻ ഇലയിൽ പൊള്ളിച്ചതാണ്. അപ്പൊ അതിലേക്ക് ഞാൻ ഒരു കുടം എടുത്തു വെച്ചിരുന്ന വാളം പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ വാളംപുളി, ഈ സാധാരണ കുടംപുളിയാണ് മീൻകറിക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ വാളംപുളി ഉപയോഗിച്ച് നമ്മൾ മീൻ ഇങ്ങനെ പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ, മീൻ ഇങ്ങനെ ഇലയെ പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്വാദാണ്. അത് ഞാൻ ആദ്യം അതിനാ പറഞ്ഞത്, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് മീനൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്, ഇലയെ പൊള്ളിച്ചെടുക്കുന്നത്. അപ്പം കുറച്ച് ഒരു മധുരമില്ല, കുറച്ച് ഉപ്പും പുളിയും, എന്നാൽ അതിനപ്പുറം നല്ലൊരു സ്വാദും കൂടിയ ഒരു മീൻ ഇലയും പൊള്ളിച്ചത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പുളി ഇട്ടപ്പോഴത്തേന് ഉപ്പങ്ങ് കുറഞ്ഞു പോയി. ഇത് നന്നായിട്ടൊന്ന് കുറുകണം. നമ്മുടെ ഈ മസാല നന്നായിട്ടൊന്ന് തിക്കായിട്ടൊന്ന് കുറുകണം. കുറുകിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മീനൊന്ന് ജസ്റ്റ് ഒന്ന് തവ ഗ്രിൽ ചെയ്ത്. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് മാറ്റി വെക്കാം. അപ്പൊ മീൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള പാൻ വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട, ഒരു കളർ മാത്രം മതി. അതിലേക്ക് ബാലൻസ് വന്നിരിക്കുന്ന ഈ മസാലയുണ്ട്. അപ്പൊ ഇതൊന്ന് തിരിച്ചിടുക. അപ്പോൾ മീൻ ഷാലോ ഫ്രൈ ആകുന്നതിന് നല്ലൊരു സ്മെല്ലുണ്ട്. ഓൾമോസ്റ്റ് അത് ശരിയായി ലൈറ്റ് ഗ്രിൽ ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. ഇല ആദ്യം ഒന്ന് വാട്ടുക, ചെറുതായിട്ടൊന്ന് വാട്ടുക, പൊട്ടിപ്പോകരുത്. ഓക്കെ, നമ്മുടെ ഇലയും റെഡിയായി. ഇനി നമുക്ക് മസാലയിൽ എല്ലാം ഒന്ന് പൊതിഞ്ഞ് സാധാരണ രീതി ഗ്രില്ല് ചെയ്യുന്ന പോലല്ല ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മീന് പൊള്ളിക്കാനായിട്ടുള്ള പ്രോസസ്സിലേക്ക് പോവുക. ആദ്യം ഒരു പീസ് സില്ലോ ഫോയിൽ വെക്കുക, അതിനുശേഷം ഇല വെക്കുക. മീന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇലയുടെ മണ്ടയ്ക്കോട്ട് വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും പുളിയും തക്കാളിക്കയും ഒക്കെ ഉള്ള ഈ മസാല ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് പെരട്ടി അകത്തേക്കെല്ലാം നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് വരണം. അതിനുശേഷം അതേപോലെ തന്നെ തിരിച്ചിടുക.
തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിലേക്ക് നമ്മൾ അതിൻ്റെ ആ ഫൈനൽ ടച്ചായിട്ടുള്ള ഈ ഒരു കരിയാപ്പിലയോട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുന്നു. നമ്മൾ ഇലയിലെല്ലാം സെറ്റ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് പൊതിയുക. അങ്ങനെ നമ്മുടെ 2 ഇലയിൽ പൊള്ളിക്കാനുള്ള ഫിഷ് ഞാൻ ഇലയിലും സിൽവർ ഫോയിലുമായി റാപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പം സാധാരണ രീതിയിൽ ഇലയിൽ പൊള്ളിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒന്നിൽ ചട്ടിയിലോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലോ നമ്മൾ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് സിൽവർ ഫോയിലില്ല ഇലയിൽ അടച്ചു വെച്ച് ചെറിയ തീയിൽ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു ചെറിയ പീസ് നെറ്റ്, ഇരുമ്പിൻ്റെ നെറ്റ്, ഈ നെറ്റിലാണ് നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ. നെറ്റ് നന്നായിട്ട് ചൂടായി. ഞാൻ ഇങ്ങനെ ഈ 2 മീനും ആ ഫ്ലെയിമിൻ്റെ 50-50 വെച്ചു. ഓക്കെ, ഫുൾ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പം നന്നായിട്ട് അങ്ങ് വീർക്കും എയർ കയറി. അപ്പം അന്നേരം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, പിന്നെ ഒന്ന് സിമ്മിലാക്കുക. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി എല്ലാ സൈഡും കുക്ക് ആകാനായിട്ട് നമ്മൾ നെറ്റ് ഇങ്ങനെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുക്കണം. ശരിക്കും ഒരു മീനാണ് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ ഈ നെറ്റിൽ ഗ്രില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ 2ഉം കൂടെ ഒരുപോലെ ആകുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സമയം കുറച്ച് കൂടുതലെടുക്കും കുക്കിംഗ് ടൈം. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഫിഷ് ഇലയെ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല. ഒരു 3 പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടു. ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടാണ്. അപ്പം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ മീനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. നോക്കൂ, നമ്മൾ ആ ഗാർണിഷിന് വേണ്ടി കൊടുത്ത ആ കരിയാപ്പിലയൊക്കെ അതിൻ്റെ മേലെ അതുപോലെ ഇരിപ്പുണ്ട്. ഇത് ആരും ഒന്ന് കൊതിച്ചു പോകും. പേരയിൽ പൊള്ളിച്ച ഈ മീനിന്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പോൾ ഇതൊന്നും നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഉണ്ടോ, ചൂടാണ്. നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ അത്
ഒന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ? ബ്യൂട്ടിഫുൾ. അടിപൊളിയാണ്. അടിപൊളി. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഈ ഫുഡ്, ഈ ഡിഷ്. അപ്പം എന്നാൽ മാത്രമേ ഇതിൻ്റെ വാലൊക്കെ എടുത്തിട്ട് കരിമീൻ്റെ വാല്. അപ്പം എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഈ ഡിഷ് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ പുതിയ പുതിയ ഡിഷസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ അമർത്തണം. നിങ്ങൾ തരുന്ന ഓരോ പ്രചോദനമാണ്, നിങ്ങളുടെ ഓരോ ലൈക്കാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കമൻറ്റാണ് എന്നെ പുതിയ പുതിയ ഓരോ ഡിഷസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുകയോ ബെൽ ബട്ടൺ അമർത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പൈസ വല്ലതും പോകുമോ, അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും കട്ടിങ് ഉണ്ടാകുമോ? അങ്ങനെ യാതൊരുവിധമായ കാര്യങ്ങളും ഇല്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇത് തികച്ചും ഫ്രീ ആണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഇതിനെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്നു, നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ പ്രചോദനം. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നു, അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ തീർച്ചയായിട്ടും ഒന്ന് അമർത്തുക. ഓക്കെ, അടുത്ത ഒരു ഡിഷുമായി നമുക്ക് ഉടനെ കാണാം. ബൈ.